ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയിലെ മോശം പെരുമാറ്റത്തിന് ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസുമടക്കം 8 പ്രതിപക്ഷ എംപിമാർക്ക് സസ്പെൻഷൻ. രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ച പുരോഗമിക്കുന്നു. ശബരിമല വിഷയത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യൻ വ്യോമസേനാംഗങ്ങൾ കന്യാകുമാരി മുതൽ കാർഗിൽ വരെ നടത്തുന്ന K2K സൈക്കിൾ റാലിക്ക് ആക്കുളം ദക്ഷിണ വ്യോമസേനാ കേന്ദ്രത്തിൽ തുടക്കമായി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ പോരാട്ടത്തിൽ അസമിനെ തകർത്ത് കേരളം സെമിയിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഒന്നിലേറെ തവണ നിർത്തിവെച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത് സംസാരിച്ചു തുടങ്ങിയെങ്കിലും ഭരണപക്ഷത്ത് നിന്ന് എതിർപ്പുകൾ വന്നതോടെ സഭ പ്രക്ഷുബ്ധമായി. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. സഭയിലെ മോശം പെരുമാറ്റത്തിന് ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസുമടക്കം 8 പ്രതിപക്ഷ എംപിമാരെ ലോക്സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ബജറ്റ് സമ്മേളനത്തിന്റെ അവശേഷിക്കുന്ന കാലയളവിലുടനീളം സസ്പെൻഷൻ ബാധകമായിരിക്കും. രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ശബരിമല പ്രശ്നത്തിന്റെ പേരിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷുബ്ധ രംഗങ്ങൾക്കുമാണ് നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബജറ്റ് ചർച്ചകളും സഭയിൽ ഇന്ന് നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ തങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചു. 2 പ്രതിപക്ഷ MLA-മാർ സഭയ്ക്ക് മുന്നിൽ സമരം തുടരുന്നത് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം സമരം സഭയ്ക്കകത്തേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചതായും അറിയിച്ചു. ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം സ്പീക്കർ ഡയസിന് മുന്നിൽ ബാനറും പ്ലക്കാർഡുകളുമായി മുദ്രാവാക്യം വിളികളും ആരംഭിച്ചു. ഇതിനിടെ സ്പീക്കറുടെ ഡയസിന് മുന്നിലുള്ള അഴികൾക്ക് മുകളിലൂടെ ചാടിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷ അംഗത്തെ വാച്ച് ആൻഡ് വാർഡ് നീക്കം ചെയ്തു. ഡയസിലേക്ക് അംഗങ്ങൾ ചാടിക്കയറാൻ ശ്രമിച്ചതോടെ 2 തവണയാണ് സ്പീക്കർക്ക് സഭ വിട്ട് പോകേണ്ടി വന്നത്. പിന്നീട് സഭ ചേർന്നപ്പോൾ സ്പീക്കറുടെ മുഖം മറച്ചുള്ള ബാനർ വാച്ച് ആൻഡ് വാർഡ് നീക്കം ചെയ്തു. വാച്ച് ആൻഡ് വാർഡ് ബാനർ പിടിച്ചു വാങ്ങിയപ്പോഴാണ് പ്രതിപക്ഷം അകത്തേക്ക് കയറിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വാച്ച് ആൻഡ് വാർഡ് ഒന്നും ചെയ്തില്ലെന്നും സ്പീക്കർക്ക് വേണമെങ്കിൽ വാച്ച് ആൻഡ് വാർഡിന് നിർദ്ദേശം നൽകാമായിരുന്നു എന്നും സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ശബരിമല കേസ് അന്വേഷണത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പിന്നീട് പ്രതിപക്ഷം ബഹിഷ്കരണം പ്രഖ്യാപിച്ച് പുറത്തേക്ക് പോവുകയും സഭയിൽ ബജറ്റ് ചർച്ച തുടരുകയും ചെയ്തു. വെള്ളിയാഴ്ച നടക്കുന്ന പരീക്ഷാ പേ ചർച്ചാ പരിപാടി കാണാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവജനങ്ങളുമായി സംവദിക്കുന്നത് ഉന്മേഷദായകമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമ്മർദ്ദമില്ലാതെ പരീക്ഷകളെ നേരിടേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യ-US വ്യാപാര കരാർ മാസങ്ങൾ നീണ്ട ചർച്ചകളുടെ പരിണാമമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മറ്റ് രാജ്യങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ മികച്ച കരാറാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൌഹൃദം കാരണമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ വികസന ലക്ഷ്യങ്ങൾക്ക് കരാർ ഊർജ്ജം പകരുമെന്നും എല്ലാ മേഖലകൾക്കും വലിയ തോതിൽ നേട്ടം ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡാറ്റ പങ്കിടലിന്റെ പേരിൽ മെറ്റ ഉൾപ്പെടെയുള്ള ടെക് ഭീമന്മാർക്ക് പൌരന്മാരുടെ സ്വകാര്യതയിൽ കൈകടത്താൻ അവകാശമില്ലെന്ന് സുപ്രീംകോടതി. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചുമത്തിയ 213 കോടി രൂപ പിഴയ്ക്കെതിരെ മെറ്റയും വാട്സാപ്പും സമർപ്പിച്ച അപ്പീലുകൾ പരിഗണിക്കുകയായിരുന്നു കോടതി. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1986-ൽ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിന് സംഗീതം നൽകി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ധ്രുവം, കിലുക്കം, മിന്നാരം, വാത്സല്യം, കാബൂളിവാല തുടങ്ങി 150ഓളം മലയാള ചിത്രങ്ങൾക്ക് സംഗീതം നൽകി. സംഗീത സംവിധാനത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരമടക്കം ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. SP വെങ്കടേഷിന്റെ നിര്യാണം സാംസ്കാരിക കേരളത്തിന് തീരാ നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് SIR-ന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു.
പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലക്ഷദ്വീപിൽ SIR പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേക യോഗം ചേർന്നു. കവരത്തി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ സോമശേഖര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അഖണ്ഡത, കായികക്ഷമത തുടങ്ങിയ സന്ദേശങ്ങളുമായി കന്യാകുമാരി മുതൽ കാർഗിൽ വരെ ഇന്ത്യൻ വ്യോമസേനാംഗങ്ങൾ നടക്കുന്ന K2K സൈക്കിൾ റാലി ഇന്ന് ആക്കുളം ദക്ഷിണ വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ മനീഷ് ഖന്ന യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ചന്ദ്രശേഖറുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വിവിധ വ്യോമസേനാ കേന്ദ്രങ്ങളിൽ നിന്നായി 12 സേനാംഗങ്ങളാണ് 4535 കിലോമീറ്റർ നീളുന്ന യാത്രയിൽ പങ്കെടുക്കുന്നത്. ഒക്ടോബർ 22-ന് കശ്മീരിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ യാത്ര സമാപിക്കും. കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന സോഷ്യൽ മീഡിയ അഡിക്ഷൻ സംബന്ധിച്ച് ഗൌരവതരമായ ചർച്ചകൾ ആവശ്യമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നിയന്ത്രണങ്ങൾ എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്കും അഭിപ്രായം അറിയിക്കാമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഇന്റർനെറ്റ് സാക്ഷരതയിലും മൊബൈൽ ഉപയോഗത്തിലും മുൻപന്തിയിലുള്ള കേരളത്തിൽ ഇത്തരം ചർച്ചകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ഇന്റർനെറ്റ് ഉപയോഗം പൂർണ്ണമായും തടയുക എന്നതല്ല സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത NCC കേഡറ്റുകൾക്കുള്ള അനുമോദന ചടങ്ങ് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നാളെ നടക്കും. മന്ത്രി R ബിന്ദു NCC കേഡറ്റുകളെ അനുമോദിക്കും. കേരള ലക്ഷദ്വീപ് NCC ADG മേജർ ജനറൽ രമേശ് ഷൺമുഖം, മറ്റ് സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. കണ്ണൂർ ജില്ലയിലെ കല്യാട്ട് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയായി. ഉദ്ഘാടനം ഈ മാസം 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 200 കോടിയോളം രൂപയുടെ പ്രവൃത്തിയാണ് 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. താളിയോല പഠന കേന്ദ്രം, 100 കിടക്കുകളോടുകൂടിയ മാതൃകാ രോഗീ പരിചരണ കേന്ദ്രം, ഔഷധ പഠന കേന്ദ്രം എന്നിവ 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗവേഷണത്തിനും രോഗീ പരിചരണത്തിനുമുള്ള പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി ആരംഭിക്കും. 2ാം ഘട്ട പ്രവർത്തനത്തിനുള്ള പ്രോജക്ട് റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കും. വലിയ ഗവേഷണ ലൈബ്രറി, മ്യൂസിയം, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, തിയേറ്റർ എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് 2ാം ഘട്ടത്തിൽ നടപ്പാക്കുക. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 4 വരെ നടത്തുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം പരാതികളില്ലാതെ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. പൊങ്കാലയോടനുബന്ധിച്ച് നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിയുന്നത്ര വനിതാ പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് ഉദ്യോഗസ്ഥരെ പൊങ്കാല മഹോത്സവത്തിന് നിയോഗിക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മുഴുവൻ സമയ കൺട്രോൾ റൂം ക്ഷേത്ര പരിസരത്ത് പ്രവർത്തിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമിയിൽ പ്രവേശിച്ച് കേരളം. ക്വാർട്ടറിൽ അസമിനെ 3 ഗോളിന് തകർത്താണ് കേരളത്തിന്റെ കുതിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. കഴിഞ്ഞ തവണ കയ്യെത്തും ദൂരത്തും നഷ്ടപ്പെട്ട കിരീടം വീണ്ടെടുക്കാനുള്ള കേരളത്തിന്റെ മുന്നേറ്റത്തിന് തടയിടാനുള്ള അസാമിന്റെ ശ്രമങ്ങൾ വിഫലമായി. മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും കരുത്തരായ എതിരാളികൾക്കെതിരെ ശിലാപത്ര മൈതാനിയിൽ മികച്ച പോരാട്ടം നടത്തിയാണ് ആതിഥേയർ മടങ്ങുന്നത്. കളിയുടെ 17-ാം മിനിറ്റിൽ V അർജുൻ എടുത്ത സുന്ദരമായ കോർണർ കിക്കിലൂടെ കേരളം ലീഡ് പിടിച്ചെടുത്തു. പ്രതിരോധ താരങ്ങളെയും ഗോൾ കീപ്പറെയും കാഴ്ചക്കാരാക്കി മാറ്റി ക്യാപ്റ്റൻ മനോജ് പന്ത് വലയിലെത്തിക്കുകയായിരുന്നു. 1ാം പകുതിയുടെ അവസാന മിനിറ്റിൽ അസം പെനാൽറ്റി ബോക്സിൽ ഇരച്ചു കയറിയ കേരളത്തിന്റെ മുന്നേറ്റക്കാർ വീണ്ടും ലക്ഷ്യം കണ്ടു. മുഹമ്മദ് അജ്സലിന്റെ ബൂട്ടിൽ നിന്നായിരുന്നു ഗോൾ. 2 ഗോളുകൾക്ക് പിന്നിലായെങ്കിലും കാണികളുടെ ശക്തമായ പിന്തുണയുടെ ബലത്തിൽ അസം മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും കേരളത്തിന്റെ കാവൽ നിരയെ കടന്ന് വലചലിപ്പിക്കാൻ അവർക്കായില്ല. മത്സരത്തിന്റെ അധിക സമയത്ത് ഒരു മിന്നൽ ആക്രമണത്തിലൂടെ അബൂബക്കർ ദിൽഷാദ് ഒരു തവണ കൂടി അസാമിന്റെ വല ചലിപ്പിച്ച് കേരളത്തിന്റെ വിജയം ആധികാരികമാക്കി. തമിഴ്നാട്ടിനെ പെനാൽറ്റിയിൽ മറികടന്ന പഞ്ചാബാണ് സെമിയിൽ കേരളത്തിന്റെ എതിരാളികൾ. വാശിയേറിയ മറ്റൊരു ക്വാർട്ടർ പോരാട്ടത്തിലെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സർവീസസിനോട് പരാജയപ്പെട്ട് നിലവിലെ ചാമ്പ്യന്മാരായ പശ്ചിമബംഗാൾ പുറത്തായി. റെയിൽവേസാണ് സെമിയിൽ സർവീസസിന്റെ എതിരാളികൾ. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയിലെ മോശം പെരുമാറ്റത്തിന് ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും അടക്കം 8 പ്രതിപക്ഷ MPമാർക്ക് സസ്പെൻഷൻ. രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ച പുരോഗമിക്കുന്നു. ശബരിമല വിഷയത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യൻ വ്യോമസേനാംഗങ്ങൾ കന്യാകുമാരി മുതൽ കാർഗിൽ വരെ നടത്തുന്ന K2K സൈക്കിൾ റാലിക്ക് ആക്കുളം ദക്ഷിണ വ്യോമസേനാ കേന്ദ്രത്തിൽ തുടക്കമായി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ പോരാട്ടത്തിൽ അസമിനെ തകർത്ത് കേരളം സെമിയിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.